ബന്ധം കൂടുതൽ ശക്തി പ്രാപിക്കുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിമാന കമ്പനിയായ ഇൻഡിഗോ വെള്ളിയാഴ്ച ഇന്ത്യക്കും ഗ്രീസിനുമിടയിൽ നോൺ സ്റ്റോപ്പ് വിമാനങ്ങൾ ആരംഭിച്ചു. മുംബൈക്കും ഏതൻസിനുമിടയിൽ നേരിട്ടുള്ള കണക്ടിവിറ്റി ആരംഭിക്കുകയും ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഷെഡ്യൂൾ ചെയ്ത നേരിട്ടുള്ള സർവീസുകൾ നടത്തുന്ന ആദ്യത്തെ എയർലൈനായി മാറുകയും ചെയ്തു. ഇന്ത്യയിലെ ആദ്യത്തെ എയർബസ് വിമാനം വിന്യസിച്ചുകൊണ്ട് ഇൻഡിഗോയുടെ നാരോ ബോഡി ദീർഘദൂര സർവീസുകളിലേക്കുള്ള പ്രവേശനത്തെയാണ് ഈ വിമാനങ്ങൾ അടയാളപ്പെടുത്തുന്നത്. 2026 ജനുവരി 24 മുതൽ ഇതേ വിമാനം ഉപയോഗിച്ച് ഡൽഹിയെയും ഏതൻസിനെയും ബന്ധിപ്പിക്കുമെന്ന് എയർലൈൻ അറിയിച്ചു. മുംബൈ ഏതൻസ്, ഡൽഹി ഏതൻസ് റൂട്ടുകളിൽ ഇൻഡിഗോ ആഴ്ചയിൽ 3 വിമാനങ്ങൾ സർവീസ് നടത്തും. പുതിയ സേവനങ്ങൾ വഴി ഗ്രീസിൽ നിന്നുള്ള ഉപഭോക്താക്കൾക്ക് ഇന്ത്യയിലെ 2 വലിയ മെട്രോപൊളിറ്റൻ നഗരങ്ങളിലേക്ക് നേരിട്ട് പ്രവേശനം ലഭിക്കും. അതോടൊപ്പം ഇൻഡിഗോയുടെ ആഭ്യന്തര ഏഷ്യൻ ശൃംഖലയിലേക്കുള്ള കണക്ടിവിറ്റിയും ലഭിക്കും. ഇൻഡിഗോയും ഗ്രീസ് ആസ്ഥാനമായുള്ള കാരിയറായ ഏജിയാനും തമ്മിലുള്ള ഉഭയകക്ഷി കോഡ് ഷെയർ പങ്കാളിത്തം ലോഞ്ചിനൊപ്പം പ്രവർത്തനക്ഷമമായി. ഈ കരാറിന്റെ കീഴിൽ ഇറ്റലി, സ്പെയിൻ, ബൾഗേറിയ എന്നിവിടങ്ങളിലെ നഗരങ്ങൾ ഉൾപ്പെടെ ഏജിയാൻ നടത്തുന്ന 10-ലധികം യൂറോപ്യൻ ലക്ഷ്യസ്ഥാനങ്ങളിൽ ഇൻഡിഗോ അതിന്റെ 6E കോഡ് സ്ഥാപിക്കും. ഈജിയാൻ യാത്രക്കാർക്ക് ഇൻഡിഗോയുടെ നെറ്റ്വർക്കിലെ ഡൽഹി, മുംബൈ വഴി ബംഗളൂരു, ചെന്നൈ, ബാങ്കോക്ക്, ഹോങ്കോങ്, കൊളംബോ എന്നിവയുൾപ്പെടെ 10-ലധികം ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് കണക്ട് ചെയ്യാൻ കഴിയും. വിനോദം, മീറ്റിംഗുകൾ, പ്രോത്സാഹനങ്ങൾ, സമ്മേളനങ്ങൾ, പ്രദർശനങ്ങൾ, വിവാഹം, ടൂറിസം എന്നിവയ്ക്കായി ഏതൻസ് ഇന്ത്യൻ സഞ്ചാരികളെ ആകർഷിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. മുംബൈയിൽ നിന്നും ഡൽഹിയിൽ നിന്നുമുള്ള പുതിയ റൂട്ടുകൾ യൂറോപ്യൻ ശൃംഖല വികസിപ്പിക്കുന്നതിനൊപ്പം ഈ ആവശ്യം നിറവേറ്റുന്നതിനാണ് ലക്ഷ്യമിടുന്നതെന്നും ഇൻഡിഗോ വ്യക്തമാക്കിയിട്ടുണ്ട്. എയർബേസ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന എയർലൈനിന്റെ ആദ്യത്തെ അന്താരാഷ്ട്ര സർവീസാണ് ഏതൻസ് റൂട്ടെന്നും ഇന്ത്യക്കും ഗ്രീസിനുമിടയിൽ ഒരു ഇന്ത്യൻ കാരിയർ നടത്തുന്ന ആദ്യത്തെ നേരിട്ടുള്ള എയർലിങ്ക് കൂടിയാണെന്നും ഇൻഡിഗോ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ പീറ്റർ എൽബേഴ്സ് പറഞ്ഞു. ഏജിയനുമായുള്ള കോഡ് ഷെയർ പങ്കാളിത്തത്തിന്റെ പിന്തുണയുള്ള വിമാനങ്ങൾ ഇന്ത്യ, ഗ്രീസ്, മറ്റ് യൂറോപ്യൻ ലക്ഷ്യസ്ഥാനങ്ങൾ എന്നിവ തമ്മിലുള്ള കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുമെന്നും പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. 2026 ജനുവരി 23 ഇന്ത്യക്കും ഗ്രീസിനുമിടയിൽ ആദ്യത്തെ ഷെഡ്യൂൾ ചെയ്ത നേരിട്ടുള്ള വിമാന സർവീസ് ആരംഭിക്കുമെന്ന് ഏതൻസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ മാനേജിംഗ് ഡയറക്ടറും സിഇഒയുമായ ഇയാനിസ് പരാഷിസ് പറഞ്ഞിരുന്നു. ഡൽഹിയെയും മുംബൈയെയും ഏതൻസുമായി ബന്ധിപ്പിക്കുന്ന നേരിട്ടുള്ള വിമാന സർവീസുകൾ ആരംഭിക്കുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ടൂറിസം, ബിസിനസ്, സാംസ്കാരിക വിനിമയങ്ങളെ പിന്തുണയ്ക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം യൂറോപ്പിന്റെ ഏറ്റവും വേഗത്തിൽ വളരുന്ന ഉറവിട വിപണികളിൽ ഒന്നായി ഇന്ത്യ മാറിയിരിക്കുകയാണ്. ഏതൻസിലേക്കുള്ള നേരിട്ടുള്ള സേവനങ്ങൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ജനങ്ങളുമായുള്ള ബന്ധവും സാമ്പത്തിക വിനിമയവും കൂടുതൽ മെച്ചപ്പെടുത്തുമെന്നും വ്യക്തമാക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.